നോർമലായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ നിങ്ങൾ ഈ ഒരുപാട് മേഖലകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആണ് അല്ല, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും നിങ്ങളെ കാണാം, ബിസിനസ് മേഖലയിൽ നോക്കിയാലും കാണാം. പ്രത്യേകിച്ച് ഒരു കാസർഗോട്ടുകാരനാണ്, തൃക്കരിപ്പൂരുകാരനാണ്. ആ നിങ്ങളും കുറച്ച് ടീമും ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് പ്രവാസികൾക്ക് സ്വപ്നം കാണാനും ആ സ്വപ്നം നിറവേറാനുമുള്ള മറ്റാരും പോവാത്ത വഴിയിലൂടെ ഒരു എന്താ പറയുക, ഒരു അവസരം തുറന്ന ഒരു കമ്പനിയാണ് സിംടെക്. അതിൽ ഏതെങ്കിലും ഒരു പ്രവാസിയുടെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് പറയാൻ പറ്റും? ഒത്തിരി. ഇപ്പം ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ നിന്നേരം കുറേ ആൾ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രവാസി ക്ഷേമ പെൻഷൻ, അങ്ങനെയല്ല അതിൻ്റെ പേര്, അതെങ്ങനെയാണ് കിട്ടലെന്ന്. അപ്പോൾ ആ സാധുക്കൾ ഇവിടുന്ന് ജോലി പോയി നാട്ടിൽ സെറ്റിലായാലെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇതല്ലേ അടുത്ത് UAE ഉണ്ടാകുമ്പോൾ നിങ്ങൾ അന്ന് ചെയ്യേണ്ടതായിരുന്നു, 5 കൊല്ലം മിനിമം അടക്കേണ്ടതായിരുന്നു, ഇപ്പം ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവരൊക്കെ അന്ന് വളരെ വിഷമത്തിലാണ് ചോദിക്കുന്നത്. ഗുളിക വാങ്ങാൻ പൈസ ഇല്ലാതെ, അവരുടെ മെഡിസിന് കൊണ്ട് പൈസ ഇല്ലാതെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഇവിടുന്ന് പ്രവാസികളായി തിരിച്ചു പോകുന്ന ജനങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ മക്കൾ കൊടുക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, അതൊക്കെ അവരുടെ സ്വന്തമായി അവർക്ക് എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് മെഡിസിൻ വാങ്ങാനെങ്കിലും ഇല്ല, പൈസ ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് കുറച്ചാളെങ്കിലും നമ്മൾ ആളെ എണ്ണാൻ നിൽക്കുന്നതല്ല, നമ്മൾ ഇതിൽ കൂടിയവരൊക്കെ പ്രവാസികൾ നാട്ടിൽ രണ്ടാമത് തിരിച്ചു പോയിട്ട് സെറ്റിൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കുറച്ചാണെങ്കിലും ഇപ്പം നാട്ടിൽ നിന്ന് ഈ 3 മാസം കറക്റ്റാകുമ്പോൾ നമ്മളെ അക്കൗണ്ട്സിലും നമ്മളെ കമ്പനിയിലെ സ്റ്റാഫിനെയൊക്കെ വിളിക്കുന്ന ഒരു അവസരമുണ്ട്, എൻ്റെ പൈസ കിട്ടാറായോ എന്ന്. അത് അവർ അതിനെ പ്രതീക്ഷിക്കുന്നു. വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ ആ എമൗണ്ട് അവർക്ക് വലിയ എമൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അവർ ഇൻവെസ്റ്റ് ചെയ്തതും അന്ന് ചെറിയ എമൗണ്ടാണ്, പക്ഷേ അവർക്ക് ഒരു മാന്യമായ റിട്ടേൺ. പിന്നെ അതുകൂടാതെ നമ്മളുടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മൾക്കില്ല ഹോട്ടൽസിൽ വന്നിട്ട് അവരൊക്കെ താമസിക്കുന്നുണ്ട്, കൊച്ചിയിലും അടിയുടെ എല്ലാം നമ്മളെ റിസോർട്ടുകളിൽ, പിന്നെ നമ്മളുടെ ഇനിയിപ്പം ബാംഗ്ലൂരില്ല, ഇത് ആ ഫെസിലിറ്റി എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാവരുടേതാണ്. അവർ പറയുന്നത് നമ്മുടെ ഹോട്ടൽ, എൻ്റെ ഹോട്ടൽ എന്നാണ് പറയുന്നത്. അത് എൻ്റെ ഹോട്ടൽ എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ ഏറ്റവും വലിയൊരു ഇതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹോട്ടലുണ്ട് കൊച്ചിയിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അയക്കാൻ പറ്റുന്നത്.